പോത്തൻ സിസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുൾഫിയാണ്, ബദാം കുൾഫി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ക്രീം മിൽക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പാലിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ബദാമിൻ്റെ മിക്സാണ്. പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാനായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡർ കിട്ടും. ആ പൗഡറാണ് എടുത്തിരിക്കുന്നത്. 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം ചൂടാക്കി കൊടുക്കാനായിട്ട്. അതുപോലെ പാത്രത്തിൻ്റെ അടി കൂട്ടി വേണം ഇളക്കാനായിട്ടും. കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇളക്കാതിരുന്നാൽ ഒരു ലെയർ പോലെ പാത്രത്തിൻ്റെ താഴെ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചൂടായി വരുന്ന അനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് തവി പൊക്കി നോക്കുമ്പോഴേക്കും ഇതേപോലെ വളരെ തിൻ ലെയർ ആയിട്ടായിരിക്കും തവിയിലൊക്കെ പിടിച്ചിരിക്കുന്നത്. പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കുറുകി വരുന്നതനുസരിച്ച് തവിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ തവിയിൽ പിടിച്ചിരിക്കുന്ന ലെയറിന് കുറച്ചും കൂടെ കട്ടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല കട്ടിയാവണം. അതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പാകത്തിനുള്ള ആ കൺസിസ്റ്റൻസി ആയിരിക്കുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇതേപോലെ വെള്ളത്തിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി തണുപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ പാട ഉണ്ടാകത്തില്ല. ഇതിനെ നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാനും പറ്റും. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതേപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സോ പ്ലാസ്റ്റിക് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ഒഴിച്ചു വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് 2-3 പ്രാവശ്യം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. വലുതായിട്ട് മുറിക്കരുത്. നമ്മൾ സ്റ്റിക്ക് കയറി കഴിഞ്ഞാൽ അത് ലൂസായി പോകും. അപ്പം പതുക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. എല്ലാ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 8 മുതൽ 12 മണിക്കൂർ വരെ ഇത് സെറ്റാകാനായിട്ട് എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇതേപോലെ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ സ്റ്റിക്കിൽ പിടിച്ചിട്ട് പതുക്കെ ഇളക്കിയെടുക്കാൻ നോക്കുക. ഇപ്പം നന്നായിട്ട് ഇളകി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ ശക്തിക്ക് ഇത് വലിച്ചെടുക്കരുത്. നന്നായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇത് നന്നായിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതെല്ലാം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.